ജയന്തി നമസ്കാരം. നമസ്കാരം. ഇത് നമ്മുടെ യോഗ ടീച്ചറാണ്. നമ്മുടെ യോഗയുടെ പേരെന്ന് പറഞ്ഞത് ഇൻസൈറ്റ് യോഗ സെൻറ്റർ മൈനാപ്പള്ളിയിൽ, അതായത് പറന്തൽ അല്ലെങ്കിൽ നമ്മൾ MC റോഡ് വഴി വരികയാണെന്നുണ്ടെങ്കിൽ പന്തളം ടു അടൂരിൻ്റെ ഏകദേശം ഒരു മധ്യഭാഗത്താണ് അല്ലേ? ഓക്കെ. അപ്പോൾ ഇത് നമ്മുടെ യോഗ ക്ലാസ് തുടങ്ങിയിട്ട് എത്ര നാളായി? ഞാൻ 1 വർഷം മുമ്പ് തൊട്ട് യോഗ ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു. ഇവിടോട്ട് സെന്റർ തുടങ്ങിയിട്ട് 4 മാസം. ഇവിടെ 4 മാസമേ ആയിട്ടുള്ളൂ. പക്ഷേ ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നില്ല 1 വർഷത്തോളമായിട്ട്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ അന്ന് മുതലേ ഓൺലൈനിൽ പങ്കെടുത്തിട്ടുണ്ട്. ആൾക്കാർ 3 പേര് അന്ന് മുതലേ ഉള്ളവരാണ്. ഓൺലൈനിലും അല്ലാതെയും പിന്നെ പഞ്ചായത്തിന്റെ ക്ലാസ്സുകളും എടുക്കാൻ പോയിട്ടുണ്ട്. പഞ്ചായത്ത് പ്രോജക്റ്റ് തുമ്പോണും കോട്ടയിൽ, ആറന്മുള പഞ്ചായത്തിലെ കോട്ടയിലും പഞ്ചായത്തിന്റെ ക്ലാസ്സുകൾ എടുക്കാൻ പോയിട്ടുണ്ട്. അവർക്കും ടെൻഷൻ ഫ്രീ ആകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ വെരിക്കോസ് വെയിൻ മൂലമൊക്കെ കാലിന് നല്ല വേദനയായിട്ട് നിൽക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് യോഗ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് അത് കുറവ് വന്നു. കാലിന് മസിൽ പിടുത്തം അങ്ങനെയുള്ള പ്രശ്നങ്ങളായിട്ട് രാത്രി കിടന്നുറങ്ങാൻ പറ്റാത്തവർക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുന്നുണ്ട്. അങ്ങനെ കുറേ ബെനിഫിറ്റ്സ്. നടുവിന് പെയിനുള്ളവർക്ക് യോഗ ചെയ്യുമ്പം അത് റിലാക്സ് ആകുന്നുണ്ട്, ദേഷ്യം കുറയുന്നുണ്ട്. അങ്ങനെ പല പ്രയോജനങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നാലും ഇതുകൊണ്ട് പ്രയോജനമില്ല എന്നാരും പറയുന്നില്ല അല്ലേ? ഇല്ല ഇല്ല. ഓക്കെ. സാധാരണ നമ്മൾ കരാട്ടെ ക്ലാസ്, ഇപ്പോൾ കരാട്ടെ ക്ലാസ്സിലൊക്കെ എന്താ പറയുക, പഠിപ്പിക്കുന്ന ആൾക്കാർക്ക് മിനിമം ഒരു ബ്ലാക്ക് ബെൽറ്റ് ഒക്കെ ഉള്ള ആൾക്കാരാണ് പഠിപ്പിക്കാൻ പോകുന്നത്. കാരണം ഞാൻ കരാട്ടയ്ക്ക് കുറച്ച് ആൾ പോയതാണ്, നന്നായിട്ട് പ്രാക്ടീസും ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതല്ല. അപ്പോൾ അന്ന് പഠിപ്പിക്കുന്ന ആ മാഷുണ്ടല്ലോ, അപ്പോൾ അദ്ദേഹത്തിന് പ്രത്യേകം ഒരു ഡിഗ്രി ഉണ്ട്. അതായത് ഇപ്പം എന്താ പറയുക, ബ്ലാക്ക് ബെൽറ്റ് 1st 2nd 3rd എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതുപോലെ നിങ്ങളുടെ യോഗയിലും അങ്ങനെ പഠിപ്പിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും ഒരു ടീച്ചർ എന്ന രീതിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അംഗീകൃതമായിട്ടുള്ള സർട്ടിഫിക്കറ്റോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോ? എനിക്കറിയില്ല, അതിനെക്കുറിച്ചൊന്നും ചോദിക്കാം. ഓക്കെ. അപ്പോൾ ജയന്തിക്ക് എന്തൊക്കെയാണ് കിട്ടിയിട്ടുള്ളത് പറയും. ഞാൻ യോഗയിൽ PG ചെയ്തതാണ്. MVOC വൊക്കേഷണൽ കോഴ്സ്. അപ്പോൾ ടീച്ചിങ് പ്രാക്ടീസ് ഉൾപ്പെടെയാണ് PG കോഴ്സ്. അത് കംപ്ലീറ്റ് ചെയ്തതാണ്. പിന്നെ കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിൻ്റെ യോഗ സർട്ടിഫിക്കേഷൻ ബോർഡിൻ്റെ YCB ലെവൽ 2ഉം 3ഉം കംപ്ലീറ്റ് ചെയ്തു. ശരി. യോഗ ഇന്ത്യയിലെ പൗരാണിക ആരോഗ്യ പരിപാലന സമ്പ്രദായത്തിൽ ഒന്നാണ് യോഗ. ഇന്ത്യ ലോകത്തിന് നൽകിയ സംഭാവനയാണിത്. സ്ട്രെച്ചിങ് എന്ന വിഭാഗത്തിൽ വരുന്ന ഒരു വ്യായാമ രീതിയായി ഇതിനെ കണക്കാക്കപ്പെടുന്നു. മനുഷ്യനെ ശാരീരികവും മാനസികവും ആത്മീയവുമായ ഉന്നതിയിലേക്ക് നയിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി രചിച്ച പുരാതന കൃതിയാണ് അഷ്ടാംഗയോഗ, പതഞ്ജല യോഗാശാസ്ത്രം. പതഞ്ജലി മഹർഷിയാണ് ഈ ഗ്രന്ഥത്തിൻ്റെ കർത്താവ്. യോഗ എന്ന വാക്കിൻ്റെ അർത്ഥം ചേർച്ച എന്നാണ്. തിരക്കും മത്സരവും വ്യാകുലതയും നിറഞ്ഞ ആധുനിക കാലത്ത് മനുഷ്യൻ്റെ വർദ്ധിച്ചു വരുന്ന മാനസിക പിരിമുറുക്കത്തിൻ്റെ പിരിയയക്കുവാൻ യോഗ കൊണ്ട് സാധിക്കും എന്ന് കരുതപ്പെടുന്നു. ആധുനിക ചികിത്സാ സമ്പ്രദായങ്ങളുടെ ഭാഗമായി യോഗയെ മാറ്റുവാനും അതുവഴി ആ സമ്പ്രദായത്തിൻ്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുവാനുമുള്ള പരിശ്രമങ്ങൾ നടന്നു വരുന്നുണ്ട്. വളരെ പുരാതനമായ ഒരു ചരിത്രമുണ്ട് യോഗയ്ക്ക്. നമ്മുടെ പൂർവികരായ ഋഷിമാർ ധ്യാന മനനാദികൾ നേടിയെടുത്ത വിജ്ഞാനമാണിത്. വാമൊഴിയിലൂടെ ശിഷ്യ പരമ്പരകൾക്ക് പകർന്നു കിട്ടിയ ഈ വിജ്ഞാനം പിന്നീട് താളിയോല ഗ്രന്ഥങ്ങളുടെ വരമൊഴിയായി മാറി. 8 വയസ്സ് കഴിഞ്ഞ ആർക്കും യോഗ അഭ്യസിക്കാം എന്നാണ് വിശ്വാസം. ശരീരത്തിൻ്റെ വളവുകൾ യോഗയിലൂടെ നിവർത്തി ശ്വാസകോശത്തിൻ്റെ പൂർണ്ണ സംഭരണശേഷിയിലെത്തിക്കുകയും ഇതുവഴി പ്രാണവായുവിൻ്റെ ഉപയോഗം ശരിയായ നിലയിലെത്തിക്കുന്നു. ഇങ്ങനെ ലഭിക്കുന്ന പ്രാണവായു രക്തത്തിലൂടെ തലച്ചോറിലെത്തുന്നു. ഇതുവഴി തലച്ചോറിൻ്റെ പ്രവർത്തനം ഉന്നതിയിലെത്തിക്കുന്നു എന്ന് വിലയിരുത്തപ്പെടുന്നു. യോഗയിൽ യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി എന്നീ 8 ഘടകങ്ങളുണ്ട്. ഇതിൽ യമം, നിയമം, ആസനം, പ്രാണായാമം എന്നിവ സാധാരണ ജീവിതം നയിക്കുന്നവർക്ക് വേണ്ടിയുള്ളതും പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി എന്നിവ സന്യാസിമാർക്കും ആത്മീയതയിൽ കഴിയുന്നവർക്കും വേണ്ടിയുമാണ് വിധിച്ചിട്ടുള്ളത്. ഒരാൾ യോഗ പരിശീലിക്കുന്നതിന് മുമ്പായി അറിഞ്ഞിരിക്കേണ്ട ഘടകങ്ങളാണ് യമം. ബാക്കിയുള്ളവ യോഗ ആരംഭിച്ചതിന് ശേഷമുള്ള വിഷയങ്ങൾ ആണ്. 2025 ഏപ്രിൽ സ്കൂൾ വെക്കേഷനോട് കൂടി തന്നെ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള യോഗ ക്ലാസ്സുകൾ ആരംഭിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് എന്തായാലും നമ്മുടെ ഈ ഒരു യോഗ ക്ലാസ്സിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം. നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി കോൺടാക്റ്റ് നമ്പർ കൂടെ ഞാൻ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ആഡ് ചെയ്യുന്നുണ്ടാവും. റിലാക്സ്. ശ്വാസം എടുത്ത് നേരെ വന്നു. നോർമൽ ബ്രീത്ത്.
നോർമൽ ബ്രീത്ത്. വയറിൻ്റെ ഭാഗം നന്നായിട്ട് തിരിഞ്ഞിരിക്കുന്നത് അറിയാം. ഷോൾഡർ കുറച്ചുകൂടെ തിരിച്ചു കൊടുത്താൽ കുറച്ചുകൂടെ പിന്നിലേക്ക് തിരിഞ്ഞു കിട്ടും. ശ്രീദേവി ചേച്ചി അല്പം കൂടെ പൊങ്ങണം. നോർമൽ ബ്രീത്ത്. വലത് കാല് 45 ഡിഗ്രി ഉയർത്താം. വലത് കാല്. നോർമൽ ബ്രീത്ത്. മടങ്ങരുത്. കാൽമുട്ട് മടങ്ങാതെ. ദേവു കാൽമുട്ട് മടങ്ങാതെ. കാൽമുട്ട് നിവർന്നിരിക്കണം. കാൽമുട്ട് നിവർന്നിരിക്കണം. നോർമൽ ബ്രീത്ത്. താടി തറയിൽ മുട്ടിച്ചിരിക്കണം. റിലാക്സ്. മെല്ലെ കാല് താഴ്ത്തി വെക്കാം. ഇടത് കാല് 45 ഡിഗ്രി ഉയർത്തി പിടിക്കാം. നോർമൽ ബ്രീത്ത്. രണ്ട് കാലും 45 ഡിഗ്രി ഉയർത്തി പിടിക്കാം. താടി തറയിൽ മുട്ടിച്ചിരിക്കണം. 5 ഡിഗ്രി ഉയർത്തി പിടിക്കാം. കൈ കൊണ്ടൊരു സപ്പോർട്ട് കൊടുക്കാം. കാൽമുട്ട് നിവർന്ന്. നോർമൽ ബ്രീത്ത്. നോർമൽ ബ്രീത്ത്. ശലഭാസനം. നോർമൽ ബ്രീത്ത്. നേരെ മറുവശത്തേക്ക് ചെയ്യാം. കാല് നിവർത്തിയിട്ടു. വലത് കൈ മുകളിൽ വെച്ചു. വലതുവശത്തേക്ക് തല ചരിച്ചു വെച്ചു. അങ്ങോട്ട് അങ്ങോട്ട്. പൂർണ്ണമായും റിലാക്സ് ചെയ്യുന്നത് അറിയാം. നോർമൽ ബ്രീത്ത്. നോർമൽ ബ്രീത്ത്. വികാസ് കാൽമുട്ട് നിവർത്തി കൊടുത്തോ. കാൽമുട്ട് നിവരട്ടെ. കാൽമുട്ട് നിവരട്ടെ. ചെയ്യാൻ തയ്യാറെടുക്കാം. കാലുകൾ ചേർത്ത് വെക്കാം. രണ്ട് കൈ. അനീഷ ചേച്ചി ഇച്ചിരി താഴട്ടെ കാല്. കൈ അങ്ങോട്ട് സപ്പോർട്ട് കൊടുത്താൽ മതി. ദേവു കൈ വിട്ടേ കാലേന്ന്. നോർമൽ ബ്രീത്ത്. നോർമൽ ബ്രീത്ത്. റിലാക്സ്. മെല്ലെ താന്ന് വരാം. നെഞ്ച് വന്ന് താടിയിൽ മുട്ടണം. നോർമൽ ബ്രീത്ത്. നോർമൽ ബ്രീത്ത്. ലക്ഷ്മി ഇത് നന്നായിട്ട് ചെയ്യുന്നത് നല്ലതാണ്. നടുവിന് നല്ലതാണിത്. നോർമൽ ബ്രീത്ത്. ദേവു ഇച്ചിരൂടെ ഉയർന്നേ. നോർമൽ ബ്രീത്ത്. അന്ന് വരാം. ഓരോ കാലായിട്ട് നിവർത്തി താഴ്ത്തി വെക്കാം. രണ്ട് കാലും 90 ഡിഗ്രി ഉയർത്തി മടക്കി നെഞ്ചിലേക്ക് ചേർത്ത് വെക്കാം. എടുത്ത് വിട്ടുകൊണ്ട് തല ഉയർത്തി മുട്ടിലേക്ക് മുട്ടിക്കാം. കാൽമുട്ടകത്തി തല ഉള്ളിലേക്ക് പോകണം. കാൽമുട്ട് കൊണ്ട് ചെവി അടയണം. നോർമൽ ബ്രീത്ത്. നോർമൽ ബ്രീത്ത്. കാൽമുട്ടിനെ ഇടതുവശത്തേക്കിടാം. നോട്ടം വലത് കൈമുട്ടിൻ്റെ ദിക്കിലേക്ക്. കാൽമുട്ടുകൾ ചേർന്നിരിക്കണം. ഒരു കാൽപ്പത്തിയുടെ മുകളിൽ മറ്റേ കാൽപ്പത്തി. നോർമൽ ബ്രീത്ത്. നോർമൽ ബ്രീത്തിൽ കിടക്കാം. നടുവിൻ്റെ ഭാഗത്തേക്ക് ശ്രദ്ധിക്കാം. നടുവിൻ്റെ ഭാഗം നന്നായിട്ട് റിലാക്സ് ചെയ്യുന്നത് അറിയാം. നോർമൽ ബ്രീത്തിൽ കിടക്കാം. നടുവിൻ്റെ ഭാഗം റിലാക്സ് ആകാൻ ഏറ്റവും നല്ല ആസനമാണ് മർക്കടാസനം. നടുവേദനയ്ക്കൊക്കെ ഏറ്റവും നല്ല പരിഹാരം. റിലാക്സ്. ശ്വാസം എടുത്താം. നടുവിൻ്റെ ഭാഗത്തേക്ക് ശ്രദ്ധിക്കാം. കാൽമുട്ട് ചേർന്നിരിക്കണം. കാൽപ്പത്തി ചേർന്നിരിക്കണം. ഓപ്പോസിറ്റ് സൈഡിലേക്ക് നോട്ടം. നോട്ടം അങ്ങോട്ട് അങ്ങോട്ട്. നടുവിൻ്റെ ഭാഗത്തേക്ക് ശ്രദ്ധിക്കാം. നോർമൽ ബ്രീത്ത്. നടുവിൻ്റെ ഭാഗത്ത് കിട്ടുന്ന റിലാക്സേഷൻ അറിയാൻ ശ്രമിക്കാം. നോർമൽ ബ്രീത്തിലിരിക്കാം. വജ്രാസനം. ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ ചെയ്യാവുന്ന ഒരേ ഒരു യോഗാസനമാണ് വജ്രാസനം. കൈകൾ ചിന്മുദ്രയിൽ. നട്ടെല്ല് നിവർത്തി നേരെ ഇരിക്കാം. ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്ന ഒരേ ഒരു ആസനമാണ്. ആഹാരം പെട്ടെന്ന് ദഹിക്കാൻ വജ്രാസനം സഹായകരമാണ്. വീണ്ടും വലതുകാല് മടക്കി ഇടതുകാല് മടക്കി
മുട്ടയിൽ എഴുന്നേറ്റ് നിൽക്കാം. അർദ്ധ ഉഷ്ട്രാസനം ചെയ്യാം. ആദ്യം 2 കൈയും ബട്ടക്സിലേക്ക് കൊടുത്തു. 2 കൈയും ബട്ടക്സിലേക്ക്. കൈ കൊണ്ടൊരു സപ്പോർട്ട് കൊടുക്കണം വികാസ്. ശ്വാസം എടുത്ത് വിട്ടുകൊണ്ട് ബാക്കിലേക്ക് സ്ട്രെച്ച് ചെയ്യാം. തല ബാക്കിലേക്ക്. നോർമൽ ബ്രീത്തിൽ നിൽക്കാം. നോർമൽ ബ്രീത്തിൽ നിൽക്കാം. റിലാക്സ്. ശ്വാസം എടുത്ത് നേരെ വന്നു. കൈ താഴ്ത്തി ഉയർത്തി പിന്നിലേക്ക്. വലത് കാലിൻ്റെ ഉപ്പൂറ്റിയിലേക്ക് പിടിക്കാം. ഇടത് കൈ മുകളിലൂടെ ഉയർത്തി പിന്നിലേക്ക്. ഇടത് കാലിൻ്റെ ഉപ്പൂറ്റിയിലേക്ക് പിടിക്കാം. ചേച്ചി ഒരു കാലിലെ പറ്റത്തുള്ളെങ്കിൽ മറ്റേ കൈ നെഞ്ചിലേക്ക് വെക്കുക. കറക്റ്റ് അങ്ങേറ്റം അവിടെ കറക്റ്റ്. കാലിൻ്റെ ഉപ്പൂറ്റിയിലേക്ക് പിടിച്ച് നോർമൽ ബ്രീത്തിൽ നിൽക്കണം. ഉഷ്ട്രാസനം ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഫ്ലെക്സിബിലിറ്റി കൂട്ടാൻ സഹായിക്കും. നട്ടലിനെ കൂടുതൽ ബലപ്പെടുത്തും. റിലാക്സ്. ഓരോരോ ആസനം. കാലുകൾ ഷോൾഡർ ലെവലിൽ അകത്തി വയ്ക്കണം. കാൽമുട്ടുകളും കൈമുട്ടുകളും തമ്മിലുള്ള അകലം നമ്മുടെ നട്ടലിൻ്റെ അകലമായിരിക്കണം. കുറച്ചുകൂടെ ലക്ഷ്മി, കുറച്ചുകൂടെ കാൽമുട്ട് ബാക്കിലേക്ക് ഇറക്കി വെച്ചേ. കൈമുട്ടൊന്ന് മടക്കി ഇൻഹെയിൽ ചെയ്ത് നേരെ മുകളിലേക്ക്. നട്ടൽ അപ്പോൾ താഴേക്ക് വളഞ്ഞിരിക്കണം. ചെയ്തിട്ടില്ലേ നമ്മൾ? ശ്രീദേവി ചേച്ചിക്ക് അറിയത്തില്ലേ? അത് എക്സെയിൽ ചെയ്ത് ഇൻഹെയിൽ ചെയ്ത് മുകൾ ചെയ്യുന്ന കണ്ടിട്ട് ചെയ്താൽ മതി. ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ. എക്സെയിൽ ചെയ്യുമ്പം പുറം ബ്രാ പോലെ വളഞ്ഞിരിക്കണം. ഇൻഹെയിൽ ചെയ്യുമ്പം നട്ടല് ബാക്കിലേക്ക് താഴേക്ക് വളഞ്ഞിരിക്കണം. നോർമൽ ബ്രീത്തിൽ നിൽക്കണം. ഇൻഹെയിൽ ചെയ്ത് മുകളിലേക്ക്. എക്സേൽ. അങ്ങനെ. ഇൻഹേൽ അപ്പ്, exhale down. Inhale up, exhale down. Inhale up, exhale ചെയ്ത് താഴേക്ക്. exhale താടി നെഞ്ചിലേക്ക്. Inhale up, exhale തിരിച്ച്. നോർമൽ ബ്രീത്തിൽ കിടക്കണം. ആനന്ദ ബാലാസനം. വെയിറ്റ് കുറയാനൊക്കെ നല്ല ആസനമാണിത്. നോർമൽ ബ്രീത്ത് ആയിരിക്കണം. നോർമൽ ബ്രീത്ത്. വികാസ കാൽമുട്ട് ഇച്ചിരൂടെ മടക്കി കൊടുത്തേ. റിലാക്സ്. മെല്ലെ കൈവിട്ടു. കാല് നിവർത്തി താഴ്ത്തി വെച്ചു. കൈപ്പത്തിയുടെ ഇടയിൽ വെച്ചു. അഷ്ടാംഗ നമസ്കാരം. അരക്കെട്ട് പൊങ്ങി നിൽക്കണം. ഇൻഹേൽ ഭുജംഗം, എക്സേൽ പർവ്വതം. ഇൻഹേൽ ആൻഡ് എക്സേൽ ശശാങ്കം. ോട്ട് കയറ്റി വെച്ചു പാദഹസ്തം. ഇൻഹേൽ അർദ്ധചന്ദ്രം. നമസ്കാരസ്ഥിതി. തള്ളവിരൽ നിവർന്നിരിക്കട്ടെ. തള്ളവിരൽ നിവർന്നിരിക്കട്ടെ. നമ്മൾ വിഷ്ണുമുദ്രയിലായിരിക്കും ഇനിയും ചെയ്യുന്നത്. അപ്പോൾ ഈ 2 വിരലും എപ്പോഴും മടങ്ങിയിരിക്കും. ഉപയോഗിക്കുന്നത് തള്ളവിരലും മോതിരവിരലുമാണ്. തള്ളവിരൽ കൊണ്ട് വലതുമൂക്കും, മോതിരവിരൽ കൊണ്ട് വലതുമൂക്ക് അടയ്ക്കുമ്പോൾ നമ്മുടെ മൂക്കിൻ്റെ ഒരു എല്ലില്ലേ, പാലത്തെ കൂടി ഇങ്ങനെ ടച്ച് ചെയ്ത് താപ്പോട്ട് വരുമ്പോൾ ഒരു അസ്ഥി കാണാം. ആ അസ്ഥി തീരുന്ന ആ എൻഡിന് വേണം കൈവെക്കാൻ. അപ്പോൾ ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ തന്നെ ശ്വാസം അവിടെ ബ്ലോക്ക് ആകും. ഇടത് മൂക്കിൽ കൂടെ ശ്വാസം എടുക്കാം. ഇൻഹേൽ. ഇടത് മൂക്ക് ഒന്ന് അടച്ചു. ഇടത് മൂക്കിൽ കൂടെ തന്നെ ഇടത് മൂക്ക് തുറന്നു. അതിൽ കൂടെ തന്നെ ശ്വാസം പുറത്തേക്ക് വിടാം. എക്സേൽ. കൈ മൂക്കിന് മുന്നിൽ കൂടെ തന്നെ ശ്വാസം എടുത്ത് വിടാം. ഇൻഹേൽ, എക്സേൽ. ഇൻഹേൽ, എക്സേൽ. ഇനി ഇടത് മൂക്ക് അടച്ചു പിടിച്ചു. മോതിര വിരലും കൊണ്ട് ഇടത് മൂക്ക് അടച്ചു പിടിച്ചു. വികാസിന്റെ മറ്റേ 2 വിരലും മടങ്ങിയിരിക്കട്ടെ. വലത് മൂക്കിൽ കൂടെ ശ്വാസം എടുത്ത് വിടാം. ഇൻഹേൽ. കൈ വശത്തേക്കൊന്ന് തിരിച്ചു കൊടുക്കണം. ഇടതുവശത്തേക്ക് കൈ നീണ്ടു പോട്ടെ. ഇൻഹേൽ, എക്സേൽ. ഇൻഹേൽ, എക്സേൽ. റിലാക്സ്. ഇനി
ഇടത് മൂക്കിൽ കൂടെ ശ്വാസം എടുത്ത് വലത് മൂക്കിൽ കൂടെ പുറത്തേക്ക് വിടണം. അപ്പം വലത് മൂക്ക് അടച്ചു പിടിക്കാം. ഇടത് മൂക്കിൽ കൂടെ ഇൻഹേൽ, ഇടത് മൂക്ക് അടച്ചു പിടിച്ചു. വണ്ട് മൂളുന്നത് പോലെ മൂളണം. ആദ്യം കൈകൾ ചിന്മുദ്രയിൽ, നട്ടെല്ല് നിവർത്തി നേരെ ഇരിക്കണം. ദീർഘമായൊരു ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് ശ്വാസം പുറത്തേക്ക് വിടുന്നത് മൂളിക്കൊണ്ടാവണം. ചെയ്യാം. ഇൻഹേൽ, റിലാക്സ്. ഇനി ചെയ്യുമ്പോൾ മൂളേണ്ടത് പെൺവണ്ട് മൂളുന്നത് പോലെ. എങ്ങനെയാ? അങ്ങനെ തലച്ചോറിലുണ്ടാകുന്ന വൈബ്രേഷനിലേക്ക് ശ്രദ്ധിക്കണം. ഭ്രാമരി പ്രാണായാമം കോൺസെൻട്രേഷൻ കൂടാനും മനസ്സിനെ ശാന്തമാക്കാനും സഹായിക്കും. റിലാക്സ്. കണ്ണുകൾ തുറക്കാം. മുദ്രകൾ റിലീസ് ചെയ്യാം. ഇരു കാലുകളും പൂർണ്ണമായും അയഞ്ഞു കിടക്കട്ടെ. വിശ്രമിക്കട്ടെ. റിലാക്സ്. അരക്കെട്ടിലേക്ക് ശ്രദ്ധിക്കാം. അരക്കെട്ട് പൂർണ്ണമായും അയഞ്ഞു കിടക്കുകയാണ്. വിശ്രമിക്കുകയാണ്. റിലാക്സ്. പൂർണ്ണമായും അയഞ്ഞു കിടക്കുകയാണ്. വിശ്രമിക്കുകയാണ്. ഉദരഭാഗത്തേക്ക് ശ്രദ്ധിക്കാം. ഉദരഭാഗത്തെ പേശികളെല്ലാം പൂർണ്ണമായും അയഞ്ഞു കിടക്കുന്നു. വിശ്രമിക്കുന്നു. റിലാക്സ്. റിലാക്സ്. കിടക്കുന്നു. വിശ്രമിക്കുന്നു. റിലാക്സ്. ഇരു കൈകളിലേക്കും ശ്രദ്ധിക്കാം. ഇരു കൈകളും പൂർണ്ണമായും അയഞ്ഞു കിടക്കുകയാണ്. വിശ്രമിക്കുകയാണ്. റിലാക്സ്. ശ്രദ്ധയെ തലയിലേക്ക് കൊണ്ടുവരാം. തലയോട്ടി പൂർണ്ണമായും അയഞ്ഞു കിടക്കുന്നു. തലച്ചോറ് പൂർണ്ണമായും അയഞ്ഞു കിടക്കുന്നു. മുഖത്തെ പേശികളെല്ലാം പൂർണ്ണമായും അയഞ്ഞു കിടക്കുന്നു. വിശ്രമിക്കുന്നു. റിലാക്സ്. ഇപ്പോൾ നമ്മുടെ ശരീരം അടി മുതൽ മുടി വരെ പൂർണ്ണമായും അയഞ്ഞു കിടക്കുകയാണ്. വിശ്രമിക്കുകയാണ്. റിലാക്സ്. പൂർണ്ണ റിലാക്സ്. റിലാക്സ്. ശരീരത്തിലെ നെഗറ്റീവ് എനർജികളെല്ലാം ഇല്ലാതെയായി ശരീരം പോസിറ്റീവ് എനർജിയാൽ നിറയുന്നതറിയാം. റിലാക്സ്. മെല്ലെ കാൽ വിരലുകളൊക്കെ ഒന്ന് അനക്കി കൊടുക്കാം. കൈ വിരലുകളൊക്കെ ഒന്ന് അനക്കാം. കത്തി നന്നായി ചൂടാക്കി കണ്ണിന് മുകളിലേക്ക് വെച്ച് കയ്യിലെ ചൂട് കണ്ണിലേക്ക് ഇറങ്ങുന്നതറിയാം. മെല്ലെ ശ്വാസം വിട്ടുകൊണ്ട് കൈ മുന്നിലേക്ക് അകത്തി കണ്ണ് ചിമ്മി ചിമ്മി തുറന്ന് കൈ വെള്ളയിലേക്ക് നോക്കാം. ചേട്ടാ നമസ്കാരം. 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 ചേട്ടൻ്റെ പേര് പറഞ്ഞേ? ശ്രീജിത്ത്. ശ്രീജിത്ത്. ഓക്കെ. ഇപ്പോൾ എത്ര നാളുകൊണ്ട് ഇവിടെ യോഗ വരുന്നുണ്ട്? ഞാനിപ്പോൾ 3 മാസമായി. 3 മാസമുണ്ട്. ഈ 3 മാസം കൊണ്ട് നമ്മുടെ ഈ ഒരു യോഗയിൽ എല്ലാ സ്ഥലങ്ങളിലും യോഗയുണ്ടെന്നറിയാം. എങ്കിൽ ഈ ഒരു യോഗയിൽ അറ്റൻഡ് ചെയ്തതിന് ശേഷം എന്തൊക്കെ മാറ്റങ്ങളാണ് ചേട്ടൻ്റെ ശരീരത്തുണ്ടായിട്ടുള്ളത്? ഇവിടെ വരാനുള്ള മെയിൻ കാരണം എൻ്റെ ടെൻഷന്, മാനസിക പിരിമുറുക്കം, അതുപോലെ നല്ല സ്ട്രെസ് ഉണ്ടായിരുന്നു. ഓക്കെ. ശരിക്കും പേടിയുണ്ടായിരുന്നു മനസ്സിൽ. ഇവിടെ വന്നതിന് ശേഷം 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ആ സ്ട്രെസ്സിൽ നിന്ന് റിലീഫായി തുടങ്ങി. മാനസിക പിരിമുറുക്കം നമുക്ക് പതുക്കെ മാറി തുടങ്ങി. ഇപ്പം പൂർണ്ണമായിട്ട് മാറി എന്ന് തന്നെ പറയാം. അപ്പോൾ എന്തായാലും അത് വലിയൊരു നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു കാര്യമാണ്. ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ സമാധാനമാണല്ലോ വേണ്ടത്. അതെ അതെ. അതിലുപരി മരുന്ന്, അതായത് എന്താ പറയുക, മെഡിസിൻ ഇല്ലാതെ, ഇതൊരു മെഡിസിനാണ് ശരിക്കും പറഞ്ഞാൽ. യോഗ ഒരു മെഡിസിനാണ്. എങ്കിലും ചേച്ചി നമസ്കാരം. എന്തായാലും എൻ്റെ അയൽവക്കത്തുള്ള ചേച്ചിയാണ്. അപ്പോൾ ചേച്ചി എന്തായാലും യോഗ വരാൻ തുടങ്ങി എത്ര നാളായി? വന്നിട്ട് 2 മാസം കഴിഞ്ഞു. 2 മാസം. നവംബർ 20 വന്നേ. അപ്പോൾ ഈ നവംബർ മുതൽ ചേച്ചിക്ക് യോഗയിൽ വന്നതിന് ശേഷം ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? അതായത് നേരത്തെ എന്തായാലും യോഗയിലേക്ക് വരണമെന്ന് താല്പര്യപ്പെട്ടിട്ടുണ്ടായിരുന്നുണ്ട്. അപ്പോൾ താല്പര്യപ്പെട്ടതിന് ശേഷം എന്തൊക്കെ മാറ്റങ്ങളാണ് ചേച്ചിക്ക് ഈ ഒരു യോഗ ചെയ്തതിന് ശേഷം ഉണ്ടായിട്ടുള്ളതെന്ന് പറഞ്ഞു? ഗ്യാസ് ട്രബിളിൻ്റെ പ്രശ്നം കുറച്ച് മാറി. എപ്പോഴും കഴിക്കണം എന്നുള്ള ഒരു ഇതായിരുന്നു. വിശപ്പ് ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ വിശപ്പിനെ കൺട്രോൾ ചെയ്യാൻ സാധിച്ചു. പിന്നെ മനസ്സിനും ശരീരത്തിനും നല്ല ഉന്മേഷം കിട്ടുന്നുണ്ട്. പൊതുവിലെ എല്ലാം ശരീരത്തിന് നല്ല ആശ്വാസം കിട്ടുന്നുണ്ട്. എന്തായാലും അത് എന്താ ചേച്ചിയുടെ പേരെന്താ? എൻ്റെ പേര് അനി.
അനി എവിടെ ചേച്ചിയുടെ സ്ഥലം? കുരമ്പാലത്തിന്. കുരമ്പാല. ഓക്കെ. അപ്പം എത്ര നാളുകൊണ്ട് ഇവിടെ യോഗ വരുന്നുണ്ട്? 2 മാസം കൊണ്ട്. 2 മാസം കൊണ്ട് യോഗ വരുന്നുണ്ട്. അപ്പോൾ 2 മാസം കൊണ്ട് യോഗയിൽ വന്നിട്ട് ഉണ്ടായ മാറ്റങ്ങൾ, നല്ല മാറ്റങ്ങളും മോശപ്പെട്ട എന്തോ ആയിക്കോട്ടെ, നല്ല മാറ്റങ്ങൾ, എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളൂ? വെയിറ്റ് ലോസ് ആണ് മെയിനായിട്ട് ഞാൻ വന്ന കാര്യം. അപ്പം വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നേരത്തെ എത്ര കിലോ ഉണ്ടായിരുന്നു? അല്ല ഞാൻ ചോദിക്കാതെ. അല്ല ഞാൻ കുറേ കാലം കൊണ്ട് കുറയ്ക്കുന്നത് നടന്നിട്ടില്ല. ഒരുപാട് വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടല്ലേ? ഓക്കെ ഓക്കെ. പിന്നെ ഒത്തിരി ടെൻഷൻ ഫ്രീ ആയിട്ടുണ്ട്. ഓക്കെ. നിസ്സാര കാര്യങ്ങൾ കേൾക്കുമ്പോൾ ആ ഒരു അത് മാറിയിട്ടുണ്ടല്ലേ? എന്ന് പറഞ്ഞാൽ നമ്മളെ സ്വയം തന്നെ നമ്മൾ കൺട്രോൾ ചെയ്യാനുള്ള ഒരു പാകത്തിലേക്ക് നമ്മൾ എത്തിയില്ലേ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മനസ്സിലായി. പെട്ടെന്ന് വയലൻ്റ് ആവുന്ന സ്വഭാവമൊക്കെ ഒന്ന് കൂളായില്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ എന്തായാലും അതിൽ നിന്ന് നല്ലൊരു മോചനം ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരിലേക്കും ഈ ഒരു സന്ദേശം നിങ്ങൾ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക്, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അപ്പം അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.